ആവേശം അവസാന പന്ത് വരെ നീണ്ടുനിന്ന മുംബൈ ലക്നൗ മത്സരം. ഈ മത്സരത്തിൽ അവസാനം ബാറ്റിംഗിന് ഉണ്ടായിരുന്നത്, ക്രീസിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ മുംബൈയുടെ നായകനായ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ സാന്നറുമായിരുന്നു. ഈ ഓവറിലെ ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചുകൊണ്ട് ഹാർദിക് പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അടുത്ത പന്തുകളൊന്നും ബൗണ്ടറിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഹാർദിക്കിന്റെ മുഖത്ത് അവസാന പന്തും എറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ടീം തോറ്റു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു നിരാശയുണ്ടായിരുന്നു. ആ മുഖം കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ രോഹിത് ശർമ്മ എന്ന മുൻ നായകൻ ഇല്ലാതെയാണ് മുംബൈ കളിക്കാൻ ഇറങ്ങിയത്. ഈ ടോസിന് ശേഷം തന്നെ ഈ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ഹാർദിക്കിന്റെ മുഖത്തൊരു പ്രസന്നതയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ബാറ്റിംഗിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഇതേപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ ഈ മത്സരത്തിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി സാധിക്കാൻ കഴിയും, ഹാർദിക് ഈ മത്സരം വളരെ എൻജോയ് ചെയ്താണ് ക്യാപ്റ്റൻസി അദ്ദേഹം ഈ മത്സരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ മത്സരത്തിൽ 5 വിക്കറ്റ് അദ്ദേഹം നേടുകയും ചെയ്തു. അതായത് IPL മത്സരത്തിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ നായകനായി ഹാർദിക് പാണ്ഡ്യ ഈ മത്സരത്തിൽ മാറുകയും ചെയ്തു. അപ്പോൾ മുംബൈക്ക് ഈ മത്സരം ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. രോഹിത് ശർമ്മയുടെ അഭാവം ഇവിടെ ഒട്ടും നേളിക്കാതെ മുംബൈ കൃത്യമായി തന്നെ ഈ റൺസിനെ ചേസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ മധ്യ ഓവറുകളിൽ പ്രത്യേകിച്ചും തിലക് വർമ്മയുടെ ഫോം ഔട്ടാണ് മുംബൈക്ക് ഈ തോൽവിയുടെ പ്രധാന കാരണമായി മാറിയത്. ഒരു ഘട്ടത്തിൽ തിലക് വർമ്മയ്ക്ക് റൺ എടുക്കാൻ സാധിക്കുന്നില്ല, ബോളുകൾക്ക് കൃത്യമായി റൺസ് എടുക്കുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഉണ്ടായത്. 17, 18, 19 ഓവറുകളിലൊന്നും തിലക് വർമ്മയ്ക്ക് സ്കോർ ബോർഡ് ഉയർത്താനേ സാധിക്കുന്നില്ല. മറുവശത്ത് സൂര്യകുമാർ യാദവ് തകർത്തടിക്കുന്ന സമയത്ത് പോലും തിലക് വർമ്മ വളരെ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അത്ഭുതകരമായി അദ്ദേഹം കൂടുതൽ റൺസ്, അദ്ദേഹത്തിന് ഓരോ പന്തിലും വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു ഇന്നിംഗ്സ് ആയിരുന്നു ഇത്. നമുക്കറിയാം, തിലക് വർമ്മ കഴിഞ്ഞ T20 സീരീസിലൊക്കെ തുടർച്ചയായി സെഞ്ചുറികൾ വാരിക്കൂട്ടിയ താരമാണ്. 45, 50, 55 പന്തുകളിൽ നിന്ന് 110, 120 ഒക്കെ എടുത്തിരുന്ന താരമാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ തിലക് വർമ്മ അദ്ദേഹത്തിന്റെ ഫോം ഔട്ട് വലിയ രീതിയിൽ മുംബൈയെ പിന്നോട്ട് അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ഘട്ടത്തിൽ തിലക് വർമ്മയ്ക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ഔട്ടായി പോകുന്നതും നമ്മൾ കണ്ടു. അവസാന ഓവറിന് മുമ്പ് അദ്ദേഹം റിട്ടയർഡ് ഔട്ടായി പോയത് തന്നെ അതിനുശേഷം സാന്നർ ഇറങ്ങുന്നു. സാന്നറിനും നമുക്കറിയാം ഒരു പുതിയ ന്യൂ ബാറ്റ്സ്മാൻ ആണ്. തിലക് വർമ്മയെ പോലെ അങ്ങനെ ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു താരമൊന്നുമില്ല. പക്ഷേ തിലക് വർമ്മ ചെയ്യേണ്ട കാര്യം അദ്ദേഹം ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ ഹിറ്റിംഗ് അദ്ദേഹത്തിന്റെ ഈ മത്സരത്തിലെ ഫോം ഔട്ടാണ് മുംബൈയെ ഈ മത്സരത്തിൽ പിന്നോട്ടടിച്ചത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇത് വലിയ രീതിയിൽ നിരാശയുണ്ടാക്കുന്ന ഒരു തോൽവി തന്നെയാണ്. മറുവശത്ത് ലക്നൗ ഇന്നിംഗ്സിലും എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ഫോം ഔട്ട്. ഈ മത്സരത്തിലും 6 പന്തുകൾ മാത്രമാണ് ഋഷഭ് പന്ത് നേരിട്ടത്. 2 റൺസുമായി മടങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. പലപ്പോഴും ഈ മത്സരത്തിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ, ഋഷഭ് പന്ത് ഔട്ടായി പോകുമ്പോഴൊക്കെയും ക്യാമറ കണ്ണുകൾ ഒപ്പുന്നത് സഞ്ജീവ് ഗോയങ്കയുടെ മുഖമാണ്. പക്ഷേ അപ്പോഴൊക്കെയും അദ്ദേഹം മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഋഷഭ് പന്തിന്റെ കീപ്പിംഗിൽ നിന്നും റൺസുകൾ ചോരുന്ന സമയത്തൊക്കെയും ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുന്ന ഗോയങ്കയിലേക്ക് ക്യാമറ കണ്ണുകൾ എത്തുന്നു. അപ്പോഴൊക്കെയും ഗോയങ്ക കൃത്യമായി ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നു. ഗോയങ്കയുടെ ഈ ചിരി നമുക്കറിയാം, ഗോയങ്ക കഴിഞ്ഞ സീസണിൽ KL രാഹുലിനെ അദ്ദേഹത്തിന്റെ മോശം ക്യാപ്റ്റൻസിയിലും മോശം ഫോം ഔട്ടിലും നേരിട്ട് ചെന്ന് ഗ്രൗണ്ടിൽ ചെന്ന് രാഹുലിനെ ശകാരിച്ച ആളാണ് LSGയുടെ ഓണറായ സഞ്ജീവ് ഗോയങ്ക. ഈ സീസണിൽ പന്ത് തങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജീവ് ഗോയങ്ക ഋഷഭ് പന്തിനെ ടീമിലേക്ക് എത്തിച്ചത്. പക്ഷേ 4 മത്സരങ്ങൾ ഇതിനകം കഴിഞ്ഞു. ഇതിനകം ഒരു മത്സരത്തിൽ പോലും മികച്ച ഫോമിൽ കളിക്കാൻ, അല്ലെങ്കിൽ 2 അക്കം കടക്കാൻ പോലും ഋഷഭ് പന്തിന് സാധിച്ചിട്ടില്ല. ഈ മത്സരത്തിലും 2 റൺസിന് പുറത്താകുമ്പോൾ തീർച്ചയായും ഋഷഭ് പന്തിന്റെ മുഖത്ത് നിരാശയുണ്ട്. പക്ഷേ ഒരു ചിരി മുഖത്ത് ഫിറ്റ് ചെയ്യാൻ അപ്പുറത്ത് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഗോയങ്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ LSG മറ്റൊരു ജയം മുംബൈക്കെതിരെ നേടിയിരിക്കുകയാണ്. മുംബൈ ഒരു ജയം മാത്രമാണ് 4 മത്സരങ്ങളിൽ നിന്ന് മുംബൈക്ക് നേടാൻ കഴിഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ സീസൺ മുതൽ അവരെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവരുടെ ടീമിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ അഭാവം നമുക്ക് കാണാൻ സാധിച്ചു. രോഹിത് ശർമ്മ ഒരുപാട് കാലത്തിന് ശേഷമാണ് മുംബൈയുടെ പ്ലേയിങ് ലെവലിൽ നിന്നും മാറി നിൽക്കുന്നത്. നമുക്കറിയാം, മുംബൈക്ക് വേണ്ടി 5 കിരീടങ്ങൾ നേടിയ നായകനാണ് രോഹിത് ശർമ്മ. പക്ഷേ കഴിഞ്ഞ സീസണ് മുമ്പ് അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി മാറ്റുകയും ചെയ്തു. ഹാർദിക് അതിന് മുമ്പത്തെ 2 സീസണുകൾ ഗുജറാത്തിനെ ഒരു സീസണിൽ കപ്പിലേക്ക് നയിച്ച നായകനായിരുന്നു. അതുപോലെ മറ്റൊരു സീസണിൽ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ. പക്ഷേ മുംബൈയിലേക്ക് എത്തിയതിനു ശേഷം, അദ്ദേഹത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിനു ശേഷം ടീമിലുള്ള കലാപങ്ങൾ, അല്ലെങ്കിൽ ടീമിലെ അന്തഛിദ്രങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവരുടെ പെർഫോമൻസ് ഒക്കെയും. കഴിഞ്ഞ സീസണിൽ അവർ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയാണ് അവർ ഫിനിഷ് ചെയ്തത്. ഈ സീസണിലാവട്ടെ 4 മത്സരത്തിൽ ഒരു ജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. ഈ മത്സരം ജയത്തിന്റെ വക്കിലെത്തിയെങ്കിലും അവസാനം ഈ റൺസ് ചേസ് ചെയ്യാൻ സാധിക്കാതെ മുംബൈ വീഴുകയായിരുന്നു.
അപ്പോൾ ഈ ഒരു വീഴ്ചയിൽ നിന്നും അടുത്ത മത്സരങ്ങളിൽ രോഹിത് ശർമ്മ ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് പകരമായി ഇറങ്ങിയ താരങ്ങളൊക്കെ നമാൻദീറൊക്കെ മികച്ച ഫോമിൽ കളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുംബൈക്ക് ഇവിടെ നിന്നും ഇനി എങ്ങോട്ടേക്കാണ് ഈ IPL പോകാൻ സാധിക്കുക? അതാണ് ഈ മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.